അപ്പോൾ ഈ ഒരു വെർണർ കാലിപ്പേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗത്തിൽപ്പെട്ട ഒന്നാണ് സിലിണ്ടർ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പിയർ. ഇതിന്റെയൊക്കെ ഡയമീറ്റർ കാണാം, ഡയമീറ്റർ അല്ലെ റേഡിയസ് കാണാം. അതൊന്നും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് കാണാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഡയമീറ്റർ കാണാൻ ആദ്യം നമ്മൾ ഇതിന്റെ ലീസ്റ്റ് കൗണ്ടിലേക്ക് വരണം. അപ്പം ആദ്യം ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് ലീസ്റ്റ് കൗണ്ട് വെർനിയർ ഈസ് വാല്യൂ ഓഫ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഇൻ വെർനിയർ സ്കെയിൽ. അപ്പൊ മെയിൻ സ്കെയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 12 നമുക്ക് 12 സെന്റിമീറ്ററിലാണ് തന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 എന്തായിരിക്കും, 1 മില്ലിമീറ്റർ ആയിരിക്കും. ഇത് 1 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ. അതുപോലെ ഈ വെർനിയർ സ്കെയിൽ നമുക്ക് ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ എത്ര ഡിവിഷൻസ് ഉണ്ട്, ഇത് മൊത്തം എത്ര ഡിവിഷൻ ഉണ്ട്, ഇവിടുന്ന് ഓരോ ലൈൻ ചെറിയ ചെറിയ ലൈൻസ് കാണാം. ഇതൊക്കെ മൊത്തം എത്ര ഡിവിഷൻസ് ഉണ്ട്, 10 ഡിവിഷൻസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഇത് ചെയ്താൽ 0.1 mm കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ 0.1 mm കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ